വിദ്യാഭ്യാസം LKG മുതൽ +2 വരെ വിജയകരമായി പൂർത്തിയാക്കാം. ശാന്തമായ പഠനാന്തരീക്ഷത്തിൽ പഠനത്തിലും കലാകായിക രംഗങ്ങളിലും മികച്ച സ്ഥാപനം. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ISS സീനിയർ സെക്കൻഡറി സ്കൂൾ, പൊന്നയാകുറിശി. സമസ്തയിൽ ഭിന്നത രൂക്ഷമാകുന്നു. പട്ടിക്കാട് ജാമിയക്കെതിരെ പെരിന്തൽമണ്ണയിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. പണ്ഡിതനും സമസ്തയുടെ കേന്ദ്ര മുശവറ അംഗവുമായ അസ്കർ അലി ഫൈസിയെ ജാമിയയിൽ നിന്നും പുറത്താക്കിയതിൽ പ്രതിഷേധിച്ചാണ് സംഗമം നടത്തിയത്. ഹമീദ് ഫൈസി അമ്പലക്കടവ്, സത്താർ പന്തല്ലൂർ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ സംഗമത്തിൽ പ്രസംഗിച്ചു. ആദർശം തുറന്നു പറഞ്ഞതിന് അസ്കർ അലി ഫൈസിയെ പട്ടിക്കാട് ജാമിയയിൽ നിന്നും പുറത്താക്കി അപമാനിച്ചെന്നാണ് അദ്ദേഹത്തിന്റെ ശിഷ്യരുടെ കൂട്ടായ്മയായ അൻവാർ ത്വലബ സ്റ്റുഡൻസ് അസോസിയേഷന്റെ ആരോപണം. ഇതിൽ പ്രതിഷേധിച്ചാണ് പെരിന്തൽമണ്ണയിൽ മഹാസംഗമം സംഘടിപ്പിച്ചത്. പട്ടിക്കാട് ജാമിയ നൂരിയ അറബിയയുടെ വാക്കിഫായ ബാപ്പുഹാജിയുടെ കുടുംബാംഗവും നിരവധി ശിഷ്യഗണങ്ങളുടെ ഗുരുവുമായ അസ്കർ അലി ഫൈസി കഴിഞ്ഞ 5 വർഷമായി ജാമിയ നൂരിയയിൽ അധ്യാപകനായി ജോലി ചെയ്തു വരികയാണ്. അസ്കർ അലി ഫൈസിയെ പുറത്താക്കിയതിൽ പ്രതിഷേധ സ്വരം ഉയർത്തി ശിഷ്യരും സംഘടനാ പ്രവർത്തകരും പ്രതിഷേധ സംഗമം നടന്ന ഷംസുൽ ഉലമ നഗരിയിലേക്ക് ഒഴുകിയെത്തി. SYS കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് TPC തങ്ങൾ നാദാപുരം സംഗമം ഉദ്ഘാടനം ചെയ്തു. സമസ്തയെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അസ്കർ ഫൈസിയെ ജാമിയയിൽ നിന്ന് പുറത്താക്കിയത് പ്രതികാരത്തിന്റെയും ധിക്കാരത്തിന്റെയും നടപടിയാണെന്നും TPC തങ്ങൾ പറഞ്ഞു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സ്വന്തം സ്ഥാപനമായ പട്ടിക്കാട് ജാമിയ നൂരിയ ആർക്കും കയറി മേയാവുന്നൊരു അവസ്ഥയിലേക്ക് അതിന്റെ മാനേജിംഗ് കമ്മിറ്റി അതിലേക്ക് വരാൻ പാടില്ല. അസ്കർ അലി ഫൈസിയെ പുറത്താക്ക, മറ്റുള്ള ആളുകളുണ്ടെങ്കിൽ ആദർശ വ്യതിയാനുള്ള ആളുകൾ ഉള്ളിൽ കിടക്കുമ്പോൾ അവരെ പുറത്താക്കിയിട്ട് ആദർശം പറയുന്നതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട അസ്കർ അലി ഫൈസിയെ പുറത്താക്കുന്നു എന്ന് പറയുന്നത് ശുദ്ധമായ മാന്യമായ ഭാഷയിൽ പറഞ്ഞാൽ ധിക്കാരമാണ്. അത് പ്രതികാര നടപടിയാണ്. അതുകൊണ്ട് അതിന്റെ നിലക്ക് ജനാധിപത്യ രൂപത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വന്യ വയോധികരായ തഖ്വയുള്ള പണ്ഡിതന്മാർ അവർക്ക് മറ്റ് ഭീഷണിക്ക് മുമ്പിൽ അല്ലെങ്കിൽ മറ്റ് പ്രയാസങ്ങൾക്ക് മുമ്പിൽ ചിലപ്പോൾ അതേ നാണയത്തെ തിരിച്ചടിക്കാൻ കഴിയില്ല. അതേ നാണയത്തിൽ അങ്ങനെ ഒരു സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തീരുമാനം അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെ പിന്തുണ ഈ പ്രതിഷേധ സംഗമത്തിന് ഉണ്ടായിരുന്നു. സംഗമത്തിൽ സംസാരിച്ച അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ലീഗിനെ പരോക്ഷമായി വിമർശിച്ചു. സമസ്തയെ ദുർബലപ്പെടുത്താനും സമസ്ത അധ്യക്ഷനെ അപമാനിക്കാനും ചിലർ ശ്രമിക്കുകയാണെന്ന് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞു. ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും എന്തിന്റെ പേരിലാണ് അസ്കർ അലി ഫൈസിയെ ജാമിയയിൽ നിന്ന് പുറത്താക്കിയതെന്നും അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ചോദിച്ചു. പരസ്യമായി സോഷ്യൽ മീഡിയയിലൂടെ സമസ്ത കേരള ജമിയത്തുൽ സമുന്നതനായ അധ്യക്ഷനെ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസമല്ല, ഒരു മാസമല്ല, ഒരു വർഷമല്ല, നിരന്തരമായി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്താദുമാർക്ക് അവിടെ എല്ലാവിധ സംരക്ഷണവും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു അസ്കർ ഫൈസി ഉസ്താദിന്റെ പുറത്താക്കൽ മാത്രമല്ല അവിടെ നടന്നിരിക്കുന്നത്. സമസ്തക്ക് കരുത്ത് പകരേണ്ട, സമസ്തക്ക് താങ്ങും തണലുമാകേണ്ട, ഈ ആദർശത്തിന് കവചമൊരുക്കേണ്ട പട്ടിക്കാട് ജാമിയയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഫൈലുമാരെ, ഞങ്ങളെപ്പോലുള്ള ഫൈലുമാരെ ഇന്നെന്താണ് ചെയ്യുന്നത്? ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് ക്ലാസ്സിൽ വെച്ച് പരസ്യമായി അവിടെയുള്ള ചില ഉസ്താദുമാർ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞങ്ങൾ ക്ഷമാപൂർവ്വം നോക്കി നിൽക്കുകയായിരുന്നു. ഞങ്ങളുടെ നേതാക്കന്മാർ തീരുമാനമെടുക്കും, സംഘടന തീരുമാനമെടുക്കും, അച്ചടക്കരാഹിത്യം കാണിക്കാൻ പാടില്ല എന്ന്. പക്ഷേ പച്ചയായി പരസ്യമായി ക്ലാസ്സിൽ വെച്ചുകൊണ്ട് ഈ കുട്ടികൾക്ക് മുന്നിൽ സമസ്തയെ അവമതിച്ചുകൊണ്ട്, സുന്നത്തമായത്തിന്റെ നേതാക്കന്മാരെ അവമതിച്ചുകൊണ്ട്, സമസ്തയുടെ കീഴ്ഘടകങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, കീഴ്ഘടകങ്ങളെ സാരഥികളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ഭാഷ കേൾക്കണോ നിങ്ങൾക്ക്? നായ, പട്ടി, പന്നി എന്ന പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ജീവിതത്തിൽ പക്ഷെ ആദ്യമായി പറയുകയാണ് നമ്മുടെ നാവ് കൊണ്ടത്. അത്തരത്തിലുള്ള മൃഗീയമായ തരം താഴ്ന്ന ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സമസ്തയുടെ സമുന്നതമായ സ്ഥാനത്തിരിക്കുന്ന ആളുകളെയും നേതാക്കളെയും അധിക്ഷേപിച്ച് കുട്ടികൾക്കിടയിൽ വിലകെടുത്തുന്ന, നിന്ദിക്കുന്ന, പുച്ഛിക്കുന്ന, അവരെ അവമതിച്ച് കാണിക്കുന്ന ചില ഉസ്താദുമാർക്കും അവിടെ സംരക്ഷണം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫൈസൽ തങ്ങൾ ജീലാനി കാളാവ് സംഗമത്തിൽ അധ്യക്ഷത വഹിച്ചു. KP മുഹമ്മദ് മുസ്ലിയാർ കടുങ്ങല്ലൂർ ആമുഖ പ്രഭാഷണം നടത്തി. OPM അഷ്റഫ് കുറ്റക്കടവ്, മുസ്തഫ ഫൈസി മണ്ടുപാറ, സത്താർ പന്തല്ലൂർ, അൻവർ സാദിഖ് ഫൈസി കാഞ്ഞിരപ്പുഴ, സുഹൈൽ ഹൈത്തമി പള്ളിക്കര, ഇസ്ഹാഖ് ഫൈസി അറക്കുപറമ്പ്, ഷാഫി ഫൈസി മുടിക്കോട് എന്നിവർ സംസാരിച്ചു. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിൽ നിന്നും SKSSF, SYS സംഘടനകളുടെ ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്തു.
കേരളത്തിലെ പൊതുസമൂഹം ഏറെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് സമസ്ത. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദർശങ്ങളെ ഉയർത്തിപ്പിടിച്ചതിന്റെ പേരിൽ പണ്ഡിതന്മാരെ അവമതിക്കാനും നിരുത്സാഹപ്പെടുത്താനുമുള്ള നിക്ഷിപ്ത താൽപര്യക്കാരുടെ കുൽസിത ശ്രമങ്ങൾ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുമെന്ന് സംഗമത്തിൽ നേതാക്കൾ വ്യക്തമാക്കി. ജാമിയ നൂരിയ അറബിയയിലെ മുതിർന്ന അധ്യാപകനായ അസ്ഗർ അലി ഫൈസിയെ അകാരണമായി പിരിച്ചുവിട്ട നടപടി പുനഃപരിശോധിക്കണമെന്നും ജാമിയയുടെ ഭരണഘടനയ്ക്ക് അനുസൃതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഭരണസമിതി തയ്യാറാവണമെന്നും സംഗമം ആവശ്യപ്പെട്ടു.